എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള സാക്ഷ്യം എനിക്കിവിടെ വന്ന് പറയണം. അങ്ങനെ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. കാശുരൂപത്തിനുള്ളിൻ്റെ കവറിനകത്ത് 65ഉം 70നും 2 മൊഡ്യൂളിൻ്റെ ഇതെഴുതി കവറിനകത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. മെയ് 6-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ആദ്യം റിസൾട്ട് വന്നപ്പോൾ നോക്കാൻ പേടിയാണ്. മെയിൽ വന്നു റിസൾട്ട് വന്നു എന്ന്. പക്ഷെ നോക്കാൻ പേടിയാണ്. എങ്ങനെ നോക്കും? ആദ്യം ഫോൺ എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനു മുമ്പ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, 1001 വിശ്വാസ പ്രമാണവും 10,001 നന്മ നിറഞ്ഞ മറിയമേ ഞാൻ ചൊല്ലിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 800 വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ആദ്യം വീണ്ടും വിശ്വാസ പ്രമാണം ഞാൻ ഫോണിലെടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി 3 പ്രാവശ്യം കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കി. ആദ്യ റിസൾട്ട് നോക്കിയപ്പം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഡേറ്റ് ഇട്ട് പോയിൻ്റ് ഇട്ടിട്ട് വേണം, അങ്ങനെയാണ് റിസൾട്ട് നോക്കട്ടെ. പക്ഷേ ഞാൻ ഹാഷ് ഇട്ടിട്ടാണ് എഴുതിയത്. അപ്പോഴും എററായിട്ട് കാണിച്ചു. വീണ്ടും എൻ്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. വീണ്ടും ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്തു. സ്ക്രോള് ചെയ്തപ്പം എൻ്റെ പേരൊന്നും ഞാൻ നോക്കുന്നില്ല. ആദ്യം കണ്ടു 70, പിന്നെ 80, രണ്ടും പാസ്സായെന്ന് കണ്ടു. അവിടെ നിന്ന് തന്നെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ വലിയൊരു അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് തന്നെ ഒരിക്കലും പാസ്സാക്കാൻ സാധിക്കില്ല. എനിക്ക് അത്രമാത്രം ബുദ്ധിയൊന്നുമില്ല. ജർമ്മൻ എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും അറിയാമല്ല, ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധനമാണ്.